ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജനാസ് കിച്ചൻ. ഇന്ന് കണ്ണൂർക്കാരുടെ പ്രിയപ്പെട്ട ഒരു പപ്സ് പോളയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. എഗ് പപ്സ് പോള നല്ല ടേസ്റ്റാണ്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണിത് കേട്ടോ. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ അതുപോലെ തന്നെ ഇഫ്താറിനൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പോളയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമെങ്കിൽ ഞാനിത് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള എഗ് പപ്സ് പോള എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ പപ്സ് പോള തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ 4 മുട്ട പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഒരു പാൻ വെച്ച് അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയും ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ടേക്ക് അതായത് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, പിന്നെ 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് മതി, പിന്നെ കുറച്ച് കറിവേപ്പില, 3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ഈ ഓയിൽ ചൂടാകുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് തന്നെ വാടി കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം സവാള ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലോട്ടേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത് 4ഉം ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയി വരുന്നത് വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമ്മുടെ സവാള. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരണം. അതുവരെ 1-2 മിനിറ്റ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്യാം. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല മണമാണ് കേട്ടോ. ഇവിടെ നല്ല മണം വരുന്നുണ്ട്. ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ടേക്ക് കുറച്ച് മല്ലിയില കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1-2 സെക്കൻഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പപ്സ് പോളയാണ് കേട്ടോ. നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. അതിവിടെ വെക്കാം. അതിനുശേഷം നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലോട്ടേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലോട്ടേക്ക് കുറച്ച് മല്ലിയില അതുപോലെ തന്നെ ഒരു 2-3 പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊരു ഹാൻഡ് വിസ്ക് കൊണ്ട് ഉപയോഗിച്ചിട്ട് ഹാൻഡ് വിസ്കോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അത് നന്നായിട്ട് തന്നെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രെഡൊക്കെ ഇതിൽ മുക്കിയിട്ട് ഇതിലാണ് ഈ മുട്ടയുടെ മിക്സറിലാണ് നമ്മൾ മുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. അപ്പം നമ്മൾ ഫസ്റ്റിൽ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട ഓരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിനെ അതായത് നേർപകുതിയാക്കാം. ഇങ്ങനെ 2 പീസാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് പോള ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നിങ്ങൾ ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തോട്ടേക്കും നമ്മുടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോ ബ്രെഡ് എടുത്ത് നമ്മുടെ ഈ ഒരു മുട്ടയിലോട്ടേക്ക് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഓരോ ബ്രെഡും ഇതുപോലെ അടുപ്പിച്ച് വെക്കുക. ഇങ്ങനെ അടുപ്പിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. മുട്ടയിൽ മുക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ബ്രെഡ് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കും. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ചെറിയ പീസ് ബ്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ബ്രെഡും മുട്ട ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കും. ഇതുപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ ഭാഗത്തോടും ഇതുപോലെ തന്നെ നമുക്ക് കവർ ചെയ്തെടുക്കാം. നമുക്ക് പാനിലോട്ടേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് നമ്മൾ അതായത് വളരെ സ്ലോയിലായിക്കാണ് നമ്മൾ സ്റ്റൗ വെക്കേണ്ടത്. അതായത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ നമ്മളെല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കിയ മസാല ഇതിലോട്ടേക്ക് എല്ലാ ഭാഗത്തോട്ടേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുകളിൽ നമുക്ക് മുട്ട ഓരോന്നായിട്ട് വെക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള മുട്ട ഓരോന്നാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാ മുട്ടയും നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി ചെയ്തതുപോലെ ഓരോ ബ്രെഡും ഇതിൻ്റെ മുകളിൽ നമുക്കിതുപോലെ നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തോട്ടേക്കും നമ്മുടെ ബ്രെഡ് കവർ ചെയ്ത് വരണം. നമ്മൾ മുട്ട കാണാത്ത നിലയിൽ നല്ലവണ്ണം തന്നെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ബ്രെഡ് കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി മുട്ട ഇതിൻ്റെ മുകളിലോട്ടേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇതൊന്ന് അടച്ച് വെക്കാം. അതായത് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കൂട്ടി കൊടുക്കാം. അതായത് ഇപ്പോൾ നമ്മളൊരു പാൻ ഒന്ന് ചൂടായിട്ട് വരണം, ആ ഒരു ലെവൽ. അതിനുശേഷം നമുക്കൊന്ന് തീ വളരെ കുറച്ച് കൊടുക്കണം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചു പോകും. അപ്പോൾ ഇനി ഒരു 10-30 മിനിറ്റോളം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 30 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ പോള നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആയിട്ടും വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാ ഭാഗവും തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു വേറൊരു പാനിലോട്ടേക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമുക്ക് വേറൊരു പാനിലോട്ടേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു പാനിലോട്ടേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അതുപോലെ ഒന്ന് മൂടി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് പപ്സ് പോള ഇവിടെ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമുക്കിനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എഗ് പപ്സ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ എഗ് പപ്സ് പോള നിങ്ങൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പികൾക്ക് വേണ്ടി സജനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്